ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ 3 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. തിരിച്ചു വന്നപ്പോഴേക്കും ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നത് ഇതിങ്ങനെ കണ്ണാടി നോക്കുന്ന നിപ്പിലാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു വാർഡ്രോബ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിഞ്ഞ മൊമെന്റ് ആണ് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ബാത്റൂമും പിന്നെ അയൺ ബോക്സ് അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ മുതൽ ഞാൻ ചെരുപ്പ് തപ്പി നടക്കുമായിരുന്നു ഈ സാധനം. ഇപ്പോഴാണ് അത് വെച്ച സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ തിരിച്ചു വന്ന് ഷൂ ഒക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആവാൻ മേലെ എഴുതാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചോക്ലേറ്റും കൂടെ എടുത്ത് വായിൽ ഇപ്രഷം കാണുമ്പോൾ പല്ലുവേദനയാണെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. സംഗതി തണുപ്പ് കൊണ്ട് കാലിന്റെ വിരല് കോച്ചി പിടിച്ചതാ. മുൻപ് വിശന്നപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഓടി ഇറങ്ങി പോയ സമയത്ത് ഇവിടുത്തെ AC ഓഫാക്കാൻ മറന്നു. അതുകൊണ്ട് എന്താ ഇപ്പൊ ഞാൻ കാശ്മീരിലാണ് നിൽക്കുന്നത്. അങ്ങനെ മേലൊക്കെ കഴുകി വന്നിട്ട് ഞാൻ ഈ ഒരു പൈജാമ സെറ്റ് എടുത്തിട്ടോ 399 രൂപയുള്ളൂ. ഇത് അടിപൊളി ക്വാളിറ്റി. പിന്നെ നമ്മളിത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോയി. മട്ടൻ, ചിക്കൻ, പനീർ അങ്ങനെ പല പല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുൻപ് കാല് കോച്ചി പിടിച്ചപ്പോൾ കഴിക്കാൻ മൂട് പോയ ഐറ്റംസ് ഇത് ഇപ്പോഴാട്ടോ ഞാൻ കഴിച്ചത്. എന്നിട്ട് ഇതേ കൊന്തേ കഴുത്തിലിട്ട് കുരിശ് മറിച്ച് നേരെ കല്യാണം ചെയ്തിട്ട് റൂമിലേക്ക്. കാരണം ഒരു ഹോട്ടൽ റൂമിൽ ശരിക്കും നടന്നൊരു പ്രേതകഥ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് ഓർത്തോർത്ത് പേടി വരും. അങ്ങനെ രാത്രി അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഞാൻ എന്റെ റൂമിലേക്ക് വന്നിട്ട് ചായ ഉണ്ടാക്കി. കാരണം ഇവിടെ കിട്ടുന്ന ചായക്ക് കണക്കാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാൽപ്പൊടി എല്ലാം കൂടെ പൊട്ടിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നല്ലൊരു കാപ്പിയാണ് രാവിലെ കുടിച്ചത്. അപ്പൊ ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് ഇവന്റിന് പോകാനായിട്ട് റെഡി ആവുകയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം.